രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ അരങ്ങേറാൻ പോകുന്നത്. നവംബർ 6-നും 11-നുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പെട്ടി പൊട്ടിക്കുന്നത് നവംബർ 14-നാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇളക്കിവിട്ട വിപ്ലവം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇനി രണ്ടാമതൊരു നീക്കം നടത്താനാവാതെ കുഴയുന്നിടത്താണ് സുപ്രീം കോടതി കയറി EVM പുറത്തെടുത്ത് തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അവിടെ പക്ഷേ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിൽ തമ്മിൽ തല്ലും കൂട്ടത്തല്ലുമാണ് നടക്കുന്നത്. ഇവിടെ ഒന്ന് മോദിയുടെ കേന്ദ്രഭരണം താങ്ങി നിർത്തുന്ന JDU നിതീഷ് കുമാർ എന്ന ബീഹാറിന്റെ ആജീവനാന്ത മുഖ്യമന്ത്രിയാണ്. നിർമ്മല സീതാരാമൻ ബീഹാറിന്റെ പ്രത്യേക കാർഷിക വിഭവമായ മക്കാനയ്ക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ വലിയൊരു വിഹിതം മാറ്റിവെച്ചു എങ്കിലും സീറ്റ് വിഭജന ചർച്ച എങ്ങുമെത്താതെ ഇപ്പോൾ NDAയിൽ കൂട്ടത്തല്ലാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നതും നടത്തുന്നതും ഗംഭീരമായ ഒരു നീക്കമാണ്. അത് ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് പറഞ്ഞു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി RJD നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തുകയാണ്. RJD അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പാക്കുമെന്നാണ് തേജസ്വി യാദവിന്റെ വാഗ്ദാനം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് ഈ തേജസ്വി യാദവ്. സർക്കാർ രൂപീകരിച്ച് 20 ദിവസത്തിനകം തൊഴിൽ ഉറപ്പാക്കുന്നതിനായി നിയമമുണ്ടാക്കുമെന്നും തേജസ്വി യാദവ് പറയുന്നുണ്ട്. RJD അധികാരമേറ്റ് 20 മാസത്തിനുള്ളിൽ സംസ്ഥാനം ഒട്ടാകെ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും ഒരു വീട്ടിൽ സർക്കാർ ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല എന്നുമാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജോലി ആവശ്യമായ കുടുംബാംഗങ്ങളുടെ പട്ടിക തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട്. സാധ്യമാകുന്ന പ്രഖ്യാപനം മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ. വ്യാജ വാഗ്ദാനങ്ങളില്ല, ആരെയും വഞ്ചിക്കുന്നുമില്ല. വാഗ്ദാനം പാലിക്കുമെന്ന് പറയാൻ തെളിവ് നൽകേണ്ട കാര്യവുമില്ല. ഇതാണ് തേജസ്വിയുടെ വാക്കുകൾ. അതേസമയം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി ബീഹാറിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. 51 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയാണ് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചത്. ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയെയും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. പ്രീതി കിന്നാർ ഗോപാൽഗഞ്ചിലെ ബോറെ മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരിക്കുക. പട്ടികയിലെ 16% മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. എന്നാൽ പ്രശാന്ത് കിഷോർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നതും ശ്രദ്ധേയമായ കാര്യം. ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 243 മണ്ഡലങ്ങളിലും രാപ്പകലില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും അതിനാൽ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുമാണ് പ്രശാന്ത് കിഷോർ അറിയിക്കുന്നത്. ബീഹാറിൽ വലിയ പ്രചാരണമാണ് ഇന്ത്യ സഖ്യത്തിനും NDA സഖ്യത്തിനുമെതിരെ പ്രശാന്ത് കിഷോർ നടത്തുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ലെങ്കിലും രണ്ട് മുന്നണികൾക്കും പ്രശാന്ത് കിഷോർ തലവേദന അയക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇന്ത്യ സഖ്യത്തിലും BJP സഖ്യത്തിലും സീറ്റ് വിഭജന ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് 58 സീറ്റിൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. RJD 125 സീറ്റിലും മത്സരിച്ചേക്കും. കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് കടുത്ത നിലപാടിലാണ് ഇടതുപക്ഷ പാർട്ടികൾ. 15 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ മത്സരിക്കില്ല എന്നാണ് BJP സഖ്യത്തിൽ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചിയുടെ ഭീഷണി. ചിരാഗ് പാസ്വാനാണ് മറ്റൊരു ഭീഷണി. ഇങ്ങനെ ഭീഷണികളുടെയും കൂട്ടത്തല്ലിന്റെയും കുത്തൊഴുക്കിൽപ്പെട്ട് പെടാപ്പാടുപെടുകയാണ് NDA എന്ന മുന്നണി.